2013 തൊട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ആ ഒരു തുടക്കകാലം തൊട്ടേ നിങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നത്. അവിടുത്തെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു കഥ നമുക്ക് പറഞ്ഞുതരാമോ? ഓക്കെ. അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫുൾ ടൈം ഇരുന്ന് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. നിംബസിലൊക്കെ ഇരുന്ന് ഈ ബഡ്ഡി നിംബസിലൊക്കെ. ഞാൻ ചോദിച്ചു ഇവരൊക്കെ ചാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്കും ചാറ്റ് ചെയ്യണം ആരോഗ്യത്തൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ധനിൽ, അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കും ഉണ്ടാക്കി തടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച്. അങ്ങനെ പിന്നെ ഞാൻ ഫോട്ടോസും സംഭവങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഞാനൊന്നും ഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്ന് സംഭവങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്തിട്ട് ഇടലുണ്ട്. പക്ഷെ കോളേജിൽ അത് ഇടാൻ പറ്റില്ല. കോളേജിൽ പോകുമ്പോൾ ഫുള്ള് പതിച്ചേരി ഇങ്ങനെ മുകളിലേക്ക് ഇടണം, എണ്ണയൊക്കെ തേച്ചിട്ട്, അല്ലെങ്കിൽ പുറത്താകും. ഇത് സ്കൂളാണോ കോളേജാണോ? കോളേജ്. അങ്ങനെ എന്താ ചെയ്ത് ഞാൻ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലക്ഷ്യം ലൈക്ക് കൂട്ടലാണ്. അതിന്റെ പിന്നിൽ വേറെ കുറെ കഥകളുണ്ട് തൃശ്ശൂർ ജില്ല സംബന്ധിച്ചിട്ടുള്ളത്, നമ്മുടെ വീടിൻ്റെ അവിടുത്തെ. പക്ഷെ ഞാൻ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഫോണും പിടിച്ചിട്ട് നേരെ ക്ലാസ്സിൽ കയറി. എൻ്റെ ക്ലാസ്സിൽ 70 പിള്ളേരുണ്ട്. അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കുറേ ആൾക്കാരാണ്, മെക്കാനിക്കൽ പ്രത്യേകിച്ച്. അപ്പോൾ 5 ഡിവിഷൻ ഉണ്ട് മെക്കാനിക്കലിൽ. അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ മാത്രം 70 പിള്ളേരുണ്ട്. ഞാൻ ക്ലാസ്സിൽ കയറുന്നത് നേരെ എൻ്റെ ഫോണും കൊണ്ട് പോകും. ഓരോരുത്തരുടെ ഫോൺ മേടിച്ച് ഫേസ്ബുക്ക് ഇല്ലാത്തവർക്ക് വരെ അത് ലോഗിൻ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോയിൽ ലൈക്ക് അടിക്കും. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 70-80 ലൈക്ക് ആവും. ആ സമയത്ത് 70-80 ലൈക്ക് ആർക്കും ഇല്ല. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്കും ബാക്കി ആൾക്കാർ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യും 70 ലൈക്ക് കിട്ടി, എന്നാൽ പിന്നെ ഞാൻ ലൈക്ക് അടിക്കാം. അങ്ങനെ അത് 100 ആയി, 500 ആയി, 1000 ആയി. പിന്നെ ഞാൻ തന്നെ അറിയാണ്ട് എങ്ങനെയൊക്കെയോ എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് കൊച്ചി ഫ്രീക്കേഴ്സ് ഓഫ് പേജൊക്കെ ഹാൻഡിൽ ചെയ്യണതാ, ഹാഷിർ കൊച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പേജ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് 80 പേജ് ഒക്കെ ഉണ്ട്, എന്തിനാന്ന് എനിക്ക് തന്നെ അറിയില്ല. 50,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്. ഇത് കോളേജിന്റെ ഏത് ഇയറിലാണ്? ഫസ്റ്റ് ഇയർ തന്നെ. നിങ്ങൾ സ്കൂൾ തൊട്ടേ ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നു? സ്കൂൾ തൊട്ടേ എനിക്ക് ഫേസ്ബുക്ക് അങ്ങനത്തെ ചിന്തയില്ല, പക്ഷെ സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഐ മീൻ സ്റ്റൈൽ, ഫാഷൻ, ഡ്രസ്സ്, അതിന് വേണ്ടിയിട്ടൊക്കെ ട്രെയിനൊക്കെ പിടിച്ച് കൊച്ചിയിലൊക്കെ പോയി ഡ്രസ്സ് മേടിക്കില്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് 11th 12th ആ സമയത്ത് കൂട്ടുകാരായിട്ട്. പക്ഷെ അത് അപ്പോൾ നമ്മൾ ആരൊക്കെ ഇപ്പോൾ ബെക്കാമായാലും എന്താ പറയുക, നല്ല ഡ്രസ്സ് ഇടുന്ന ആൾക്കാരൊക്കെ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളായിരുന്നു. അവരെ നോക്കി കണ്ട് അങ്ങനത്തെ ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടിൻ്റെ അവിടുത്തെ ഫോട്ടോഗ്രാഫർ ചേട്ടന്മാരൊക്കെ പോയി കണ്ട്, ചേട്ടാ ഫോട്ടോ എടുത്തരുമെന്ന് ചോദിച്ച് ഫോട്ടോ എടുക്കും, ഫോണിലെടുക്കും. ആ സമയത്ത് ആരും എടുക്കലുണ്ടായിരുന്നില്ല ഈ സെല്ലറിലൂ. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും മുക്കും മൂലയിലൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആ സമയത്ത്. അടിപൊളി. അങ്ങനെ ലെങ്തി സ്റ്റോറിയാ, കുറേ ഉണ്ട്. പക്ഷെ നിങ്ങൾ അന്ന് പറയുന്നത് ഒരു 70 ലൈക്ക് കിട്ടേണ്ട പണിയെ കുറിച്ചാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ? നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കും. അതായത് വീട്ടിലെത്തിയിട്ട് ഞാൻ മെസ്സേജ് അയക്കും. കാണാത്തവര്, എനിക്കറിയാത്തവര്, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച പിള്ളേരൊക്കെ ഉണ്ടാവല്ലോ, പുതിയ ഫോട്ടോ ഇട്ടുണ്ട്. അപ്പൊ തന്നെ അവരിങ്ങോട്ട് പറയും ലൈക്കും കമന്റ് അടിച്ചിട്ടുണ്ട്. അല്ല, അന്നത്തെ ഫ്രണ്ട്സ്, അന്ന് ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയമായതുകൊണ്ട് അന്നത്തെ കുറെ ഫ്രണ്ട്സ് ചിലപ്പോൾ ലൈക്ക് തരാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്ന്. ലൈക്ക് ഞാൻ ചോദിച്ചു മേടിക്കൂ, പക്ഷെ കളിയാക്കൂ, എന്താണോ നിനക്ക് അരി കിട്ടുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. അന്നത്തെ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ തിരിച്ചെന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ ആ ഫ്രണ്ട്സിനെ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു സീന്? എല്ലാം എന്റെ ചങ്ക് ബ്രോസ് ആണ്. ചങ്ക് ബ്രോസ് എല്ലാവരും. എന്നാലും ഞാൻ ധനിലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ കുറെ വർഷമായിട്ട് അല്ലേ? കുറെ വർഷം. പിന്നെ നാട്ടിൽ എൻ്റെ കൂടെ 11th 5th മുതലുള്ള കൂട്ടുകാരും ഉണ്ട് ഇപ്പോഴും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.